ജിൻഡോയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജിൻഡോ ചേട്ടനെ ഇവർ ജയിപ്പിക്കില്ല, അതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജിൻഡോ ചേട്ടൻ ജയിക്കാൻ പാടില്ല എന്നും വെളിയിൽ വന്ന ഒരു കണ്ടസ്റ്റന്റിനോട് ഞാൻ സംസാരിച്ച പറഞ്ഞത് ജിൻഡോ ജയിക്കുമെന്ന്. ജിൻഡോനെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങി വന്ന എല്ലാവരും ജിൻഡോയുടെ പേരാ പറയുന്നത്. ശ്രീരേഖ ചേച്ചി പറയുന്നു, ശരണ്യ പറയുന്നു, അൻസിബ പറയുന്നു. പക്ഷെ അവർക്ക് സ്ട്രിക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ്. അങ്ങനെ പബ്ലിക്ക് പറയരുത്. ഇതിനകത്ത് സിബിൻ പറയുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോനെ അവർ വിന്നർ ആക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് മെയിൻ ചാനലിൽ കാണുന്ന എപ്പിസോഡിൽ ജിൻഡോനെ നല്ല രീതിയിൽ അവർ മുക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഏഷ്യാനെറ്റ് പ്ലസ് എത്ര ആൾക്കാർ കാണുന്നുണ്ട്? കാരണം ഏഷ്യാനെറ്റ് കഴിഞ്ഞ് ആ ഇത് കഴിഞ്ഞിട്ട് സീരിയൽ ദെൻ പ്ലസ്, ഒട്ടുമിക്ക ആൾക്കാർ ഈ പ്ലസിലോട്ട് വരുന്നില്ല. അപ്പോൾ ചാനൽ വൈസ് കാണുന്നത്, നമ്മൾക്കിപ്പോൾ നമ്മൾ ലൈവ് ത്രൂ കാണുന്നുണ്ടെങ്കിലും ചാനലിൽ മാത്രം കാണുമ്പോൾ കഷ്ടപ്പെട്ട് ഗെയിം കളിക്കുന്ന ജിൻഡോന്റെ അവിടെ ആ ഒരു കാലിബർ കാണിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ എനിക്കും ഇതേപോലെ കഴിഞ്ഞ തവണ അഖിൽ മാരാർ എവിക്റ്റ് ആവില്ല, അഖിൽ മാരാർ കപ്പ് എടുക്കുന്നു പറഞ്ഞപ്പോൾ എനിക്കും കോള് വന്നിട്ടുണ്ട്. ലൈക്ക് നോ ആരോട് ചോദിച്ചിട്ടാണ് അഖിൽ മാരാറിന്റെ പേര് പറഞ്ഞത്, അഖിൽ മാരാർ ജയിക്കുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമെന്ന്. ഞാൻ അതിൻ്റെ ഉള്ളിൽ 36 ദിവസം നിന്നൊരു വ്യക്തിയാണ്. ആൻഡ് ഒരു കാര്യം ചോദിച്ചോട്ടെ, 24/7 ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആൻഡ് അത് റിവ്യൂ ചെയ്യുന്ന വ്യക്തിക്ക് അതിൻ്റെ ഉള്ളിൽ ആര് ജയിക്കും ആര് ജയിക്കില്ല എന്ന് പറയാനുള്ള സാമാന്യ അരി തിന്നുന്ന ആളുകൾക്ക് ഇത് പറ്റുന്ന കാര്യമല്ലേ? അപ്പൊ എനിക്കും ഇതേപോലെ വിളിച്ചിട്ട് ആരോട് ചോദിച്ചിട്ടാണ് അഖിൽ മാരാറിന്റെ പേര് പറഞ്ഞതെന്ന് ചോദിച്ച പോലെ സിബിനും അതേപോലെ കോളും അല്ലെങ്കിൽ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്ന ചോദ്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് സിബിന്റെ വീഡിയോന്റെ കീറിയ ഒരു ചെറിയൊരു എപ്പിസോഡ് 1 ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. അടുത്ത എന്തെങ്കിലും ഇത്രയാണ് എനിക്ക് സിബിന്റെ വീഡിയോയിൽ ഫസ്റ്റ് ഇതിൽ പറയാനുള്ളത്. മേ ബി ഇത് ഇനി ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എനിക്ക് കീറാൻ തോന്നിയ സെക്ഷൻ ഉണ്ടെങ്കിൽ എപ്പിസോഡ് 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും സംസാരിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താം. അപ്പൊ സിബിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്, അല്ലെങ്കിൽ സിബിൻ ഫേസ് ചെയ്ത ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തിയോട് അറ്റാക്ക് ചെയ്യാൻ പോകരുതെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് കലങ്ങിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ അപ്സരയുടെ വിഷന്റെ കാര്യത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ജിൻഡോനെ ഒതുക്കുന്നുണ്ടെന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇനി അതർ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് സിബിന്റെ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കല്ല, ഞാൻ ഒന്നുകൂടി ഒന്ന് കീറി നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എപ്പിസോഡ് 2 ആയിട്ട് വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക.